നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടിന്റെ തനിമയാർന്ന പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന നിരവധി കലാരൂപങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവ പ്രചരിക്കുന്ന ചില പ്രദേശത്തെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചില വ്യത്യസ്തത പുലർത്തുവാൻ ആ കലാരൂപങ്ങൾ ശ്രമിക്കുന്നു. ഈ വ്യത്യാസത്തെ നമുക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ ശൈലി എന്ന് വിളിക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് ശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അത് ഏതൊരു കലാരൂപത്തിനുമായിക്കോട്ടെ ആ കലാരൂപത്തിന് വ്യത്യസ്തമാർന്ന ഒരു ദൃശ്യ സൗന്ദര്യം സമ്മാനിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ സത്യധർമ്മ സംസ്ഥാപനത്തിന്റെ നെടുന്തൂണുകളായിരുന്നു കളരിപ്പയറ്റുന്ന ആയോധന കലാരൂപം. 12ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെ തന്റെ വശ്യമായ തലയെടുപ്പോടും ഗാംഭീര്യത്തോടും കൂടി നിലനിന്നിരുന്ന കളരിപ്പയറ്റുന്ന ആയോധന കലാരൂപം ഒരു പറ്റം ആൾക്കാരുടെ മുമ്പിൽ തലകുനിച്ച് എന്നേക്കുമായി നാമാവശേഷമാവാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു 17ാം നൂറ്റാണ്ടിന്റെ അവസാനം. നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ആദ്യം നമ്മുടെ നാട് കാണാൻ വന്നവർ, പിന്നെ നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്താൻ വന്നവർ, പിന്നെ നമ്മെ ഭരിക്കുന്നവരായി മാറിയ വിദേശീയർ. അവിടെ കടന്നുകയറ്റം കളരിപ്പയറ്റിന് നല്ലൊരു ഭാഗം മൂല്യവും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് കാരണമായി. എന്നാൽ ചില വ്യക്തികളുടെ അർപ്പണബോധവും ത്യാഗവും കാരണം 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയ കളരിപ്പയറ്റിന്റെ പ്രതാപം തിരിച്ചു പിടിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം ആരംഭിച്ചു. അതിന്റെ വിജയ കിരീടമാണ് നമ്മുടെ ഇപ്പോഴത്തെ കളരികൾ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ചില വ്യത്യാസങ്ങൾ ഏതു കലാരൂപത്തിനായാലും ഒരു ദൃശ്യ സൗന്ദര്യം സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കളരിപ്പയറ്റ് ആയോധന കലാരൂപവും. വ്യത്യസ്തമായ ശൈലികളും സംസ്കാരങ്ങളും അനുകരണ രീതികളും കൊണ്ട് സമ്പന്നമായ ഒരു നിലം തന്നെയാണ് നമ്മുടെ കളരിപ്പയറ്റുന്ന ആയോധന കലാരൂപം. ഈ നിലത്ത് വീഴുന്ന ഓരോ കതിർമണിക്കും അതിൻ്റെതായ ഒരു വശ്യ സൗന്ദര്യം അത് നിലനിർത്തി പോരുന്നുണ്ട്. ഇതിന് ഏതാണ് വശ്യ സൗന്ദര്യം കൂടുതലെന്ന് ചോദിച്ചാൽ അത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് തീർച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സ്റ്റൈൽ അഥവാ ശൈലികൾ. നമ്മുടെ കളരിപ്പയറ്റുന്ന ആയോധന കലാരൂപം വ്യത്യസ്തമായ സ്റ്റൈൽ അഥവാ ശൈലികൾ കൊണ്ട് സമ്പന്നമാണ്. ഈ സമ്പന്നതയിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലും ചിലതൊക്കെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് അതൊരു വൻ വൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്നറിയപ്പെടുന്ന വടക്കൻ ശൈലി, സദേൺ സ്റ്റൈൽ എന്നറിയപ്പെടുന്ന തെക്കൻ ശൈലി, ഇതുകൂടാതെ മധ്യശൈലി, തുളുനാടൻ ശൈലി എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന ശൈലികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കളരിപ്പയറ്റുന്ന ആയോധന കലാരൂപം. ഈ 4 ശൈലികൾ, വടക്കൻ ശൈലി, തെക്കൻ ശൈലി, തുളുനാടൻ ശൈലി, മധ്യ കേരള ശൈലി എന്നീ ശൈലികളാണ് നമ്മുടെ കളരിപ്പയറ്റിന്റെ പ്രധാനപ്പെട്ട ശൈലികൾ എന്ന് പറയുന്നു. നമുക്കിനി ഈ 4 ശൈലികളെ കുറിച്ച് പരിചയപ്പെടാം. ഇവയ്ക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പേരുകൾ വരാൻ കാരണം? നമ്മുടെ ആദ്യകാല കേരളത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 3 പ്രദേശങ്ങളായിട്ടാണ് നമ്മുടെ ആദ്യകാല കേരളം വിഭജിച്ച് കിടന്നിരുന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ ഈ 3 പ്രദേശത്തെയും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ടത്. നമുക്കിനി ഈ കേരളത്തെ 3ആയി തന്നെ തിരിക്കാം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ. ഈ മലബാർ പ്രദേശത്തെ വടക്കെന്നും അതുപോലെ തിരുവിതാംകൂർ പ്രദേശത്തെ തെക്കെന്നും തെക്കിനും വടക്കിനും നടുക്ക് വന്ന ഭാഗത്തെ മധ്യ കേരളം എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഇത് മലബാർ പ്രദേശത്ത്, അതായത് വടക്കൻ പ്രദേശങ്ങൾ അഭ്യസിച്ചു വന്ന രീതിയെ വടക്കൻ ശൈലി അല്ലെങ്കിൽ വടക്കൻ സ്റ്റൈൽ എന്നും, അതുപോലെ തെക്കൻ പ്രദേശത്ത് തിരുവിതാംകൂർ ഭാഗങ്ങളിൽ അഭ്യസിച്ചു വന്നിരുന്ന രീതിയെ തെക്കൻ ശൈലി അല്ലെങ്കിൽ തെക്കൻ സ്റ്റൈൽ എന്നും, അതുപോലെ വടക്കിനും തെക്കിനും മലബാറിനും തിരുവിതാംകൂറിനും ഇടയ്ക്ക് വരുന്ന കൊച്ചി പ്രദേശങ്ങൾ ആ പ്രദേശത്ത് അഭ്യസിച്ചു വരുന്ന ഒരു ശൈലി അതായത് സ്റ്റൈൽസിനെ മധ്യ കേരള ശൈലി എന്നും വിളിക്കാം. ഇതുകൂടാതെ മറ്റൊരു ശൈലിയും കൂടെ ഉണ്ട്, തുളുനാടൻ ശൈലി. തുളുനാടൻ പ്രദേശങ്ങളാണ് പ്രധാനമായി ഈ ശൈലി പരിശീലിച്ച് വന്നിരുന്നത്. ഇന്ന് ഈ തുളുനാടൻ ശൈലി മധ്യ കേരള ശൈലി അഭ്യസിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അറിവില്ല. നമുക്ക് ആദ്യം വടക്കൻ ശൈലിയെ കുറിച്ച് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട കുഴിക്കളരികൾ കൂടുതൽ കാണപ്പെടുന്നത് വടക്കൻ ശൈലിയിലാണ്. വടക്കൻ ശൈലിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് പരശുരാമനാണ്. എന്നാൽ നമ്മുടെ തെക്കൻ ശൈലിയിലോട്ട് വരുമ്പോൾ ഈ സ്ഥാപകന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. തെക്കൻ ശൈലി തെക്കൻ ശൈലിയുടെ സ്ഥാപകൻ എന്ന് കരുതപ്പെടുന്നത് അഗസ്ത്യ മുനിയാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നമുക്ക് ആദ്യം വടക്കൻ കളരിയെക്കുറിച്ചും വടക്കൻ കളരിയുടെ പ്രത്യേകതയെക്കുറിച്ചും പരിചയപ്പെടാം. വടക്കൻ ശൈലിയിലെ അഭ്യാസ ഘട്ടങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. മെയ് അഭ്യാസമുറ,
കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ എന്നിവയാണ് ആ 4 ഘട്ടങ്ങൾ. ഈ 4 ഘട്ടങ്ങളുടെ പൂർണ്ണമായ പരിശീലനത്തിലൂടെ മാത്രമേ ഒരു വിദ്യാർത്ഥി തികഞ്ഞൊരു അഭ്യാസിയായി മാറുകയുള്ളൂ. ഇതിൽ ആദ്യത്തെ ഘട്ടമായ മെയ്പയറ്റ്, അതായത് മെയ്ത്താരി. മെയ്ത്താരി കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ശരീരത്തെ അതിനെ ഏത് രീതിയിൽ ഉതകുന്ന തരത്തിൽ ഫ്ലെക്സിബിളാക്കി മാറ്റുക. മിഴിയാക്കി മാറ്റിയ വായ്ക്ക് എല്ലാ പ്രതിരോധങ്ങളും താനെ വന്നുകൊള്ളും. അത് തന്നെയാണ് ഈ അഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും പ്രഥമവും അതുപോലെ കൃത്യതയും നിഷ്ഠതയോടും കൂടി പഠിക്കേണ്ട ഒരു അഭ്യാസ തലം തന്നെയാണ് മെയ്പയറ്റ്. മിഴിയാക്കി മാറ്റിയ അടുത്ത ഘട്ടം ആയുധ പരിശീലനമാണ്. വടക്കൻ ശൈലിയിലെ ഓരോ ആയുധങ്ങൾ പരിശീലിക്കുകയും വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ്. പ്രഥമ തലമായ മെയ്പയറ്റിന്റെ പൂർണ്ണമായ പരിശീലനത്തിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഘട്ടമായ കോൽത്താരിയിലേക്ക് കടക്കുകയുള്ളൂ. തടി കൊണ്ട് നിർമ്മിതമായ ആയുധങ്ങളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ആയുധം എന്ന് പറയുന്നത് നെടുവടി അല്ലെങ്കിൽ കെട്ടുകാരി എന്ന് വിളിക്കുന്ന ലോങ് സ്റ്റിക്ക്, നീളമുള്ള വടിയായിരിക്കും. ഇതിന്റെ അളവെന്ന് പറയുന്നത് അത് അഭ്യസിക്കുന്ന വ്യക്തിയുടെ പാദം മുതൽ നെറ്റി വരെയുള്ള അളവിലുള്ള വടികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിനെ പണ്ടീരൻ, 12 സ്പാൻ സ്റ്റിക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കെട്ടുകാരിയുടെ പൂർണ്ണമായ പരിശീലനത്തിന് ശേഷം മാത്രമേ അവർ അടുത്ത ആയുധത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അടുത്ത ആയുധം മുച്ചാൻ എന്ന് പറയുന്ന ഒരു തരം ചെറിയ വടിയാണ്. 3 ചാൺ ആയിരിക്കും ഇതിന്റെ നീളം, അതായത് അളവെന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് പുളിമരം കൊണ്ടാണ് നിർമ്മിക്കാറുള്ളത്. അടിവശം കട്ടിയേറിയതും മുകളിലേക്ക് വരുമ്പോൾ കട്ടി കുറഞ്ഞ രീതിയിലുമായിരുന്നു ഇതിന്റെ രൂപഘടന. കെട്ടുകാരിയുടെ മുച്ചാണിന്റെ പരിശീലനത്തിന് ശേഷം അടുത്തത് സവിശേഷമാർന്ന ഒരു ആയുധത്തിന്റെ പരിശീലനമാണ് ആരംഭിക്കുന്നത്. ഒറ്റ എന്നാണ് ഈ ആയുധം. ഈ ആയുധം ആനക്കൊമ്പിന്റെ ആകൃതിയോട് കൂടിയതും തടി കൊണ്ട് നിർമ്മിതവുമാണ്. 18 മുതൽ 20 ഇഞ്ച് വരെയായിരിക്കും ഈ ഒറ്റ കോലിന്റെ നീളം എന്നത്. അതുകൂടാതെ വടക്കൻ ശൈലിയിൽ ഈ ആയുധം, അതായത് ഒറ്റ എന്ന ആയുധം ഒരു വിശുദ്ധ ആയുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനൊരു ഐതിഹ്യം ഭഗവാൻ ശിവന്റെ പുത്രനായ ഗണപതിയുടെ നീക്കം ചെയ്ത കൊമ്പാണ് ഈ ഒറ്റ ആയിട്ട് ഉപയോഗിച്ച് വന്നതെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് വടക്കൻ ശൈലിയിൽ ഈ ആയുധം ഒരു വിശുദ്ധ ആയുധമായിട്ട് കണക്കാക്കപ്പെടുന്നത്. കെട്ടുകാരി, മുച്ചാൻ, ഒറ്റ എന്നീ ആയുധങ്ങൾക്ക് പുറമെ ഗദ കൊണ്ടുള്ള പരിശീലനങ്ങളും വടക്കൻ കളരികളിൽ കാണാൻ സാധിക്കും. ഇവ ഇത്രയുമാണ് രണ്ടാമത്തെ ഘട്ടമായ വടക്കൻ ശൈലിയിലെ രണ്ടാമത്തെ ഘട്ടമായ കോൽത്താരിയിൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധങ്ങൾ. പ്രഥമ തലമായ മെയ്പയറ്റിന്റെയും രണ്ടാമത്തെ തലമായ കോൽത്താരിയുടെയും പൂർണ്ണമായ പരിശീലനത്തിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. അങ്കത്താരിയാണ് ഈ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ പ്രധാനമായി ലോഹം കൊണ്ട് നിർമ്മിതമായ ആയുധങ്ങളാണ് പരിശീലനത്തിനായി ഉപയോഗിക്കുന്നത്. അങ്കത്താരിയിലെ ആദ്യത്തെ ആയുധം കടാരയാണ്. 1 മുതൽ 1.5 അടി വരെ നീളമുള്ള കടാരകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രത്യേകതരം ഹാൻഡിൽ പിടിയോടുകൂടി ഈ കടാരകൾ ഡബിൾ എഡ്ജ് ഷാർപ്പ് വെപ്പൺ ആയിരിക്കും. അതായത് ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഈ കടാര എന്ന് പറയുന്നത്. വളരെ കൃത്യതയോട് കൂടിയുള്ള പരിശീലനം അത്യാവശ്യമാണ് ഈ കടാര പരിശീലനത്തിന്. കാരണം ചെറിയ ഒരു പിഴവ് പോലും മാരകമായ മുറിവുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കടാരയുടെ പരിശീലനം കഴിഞ്ഞ അടുത്തത് വാളും പരിചയമാണ്. ഇതിനെ പുലിയങ്കം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിലെ മിക്ക സാങ്കേതിക വശങ്ങളും ഉരുതിരിഞ്ഞിട്ടുള്ളത് മൃഗങ്ങളുടെ ഫൈറ്റിംഗ് രീതിയിൽ നിന്നാണ്. അതായത് പൂച്ചയുടെ വർഗ്ഗങ്ങളെത്തിയപ്പെട്ട വന്യമൃഗങ്ങളിൽ നിന്ന്. അതുകൂടാതെ നമ്മുടെ ആദ്യത്തെ തലമായ മെയ്പയറ്റിന്റെ മിക്ക സാങ്കേതിക വശങ്ങളും ഇതിൽ പ്രകടമായി കാണപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഒരേ സമയം ആക്രമണവും ആക്രമണത്തെ തടയലുമാണ് ഇതിൽ നടക്കുന്നത്. വടക്കൻ ശൈലിയുടെ വിശ്വാസം അനുസരിച്ച് വാളും പരിചയം യഥാക്രമം ശിവനെയും ശക്തി ദേവിയും പ്രതിനിധാനം ചെയ്യുന്നു. കടാരയും വാളും പരിചയം കഴിഞ്ഞ അടുത്തത് കുന്തം കൊണ്ടുള്ള പരിശീലനമാണ് ആരംഭിക്കുന്നത്. 2 വ്യക്തികൾ തമ്മിൽ കുന്തം കൊണ്ട് ആക്രമിക്കുകയും അതിൽ ഒരു വ്യക്തി ആ കുന്തത്തിന്റെ ആക്രമണത്തെ തടയുകയോ പ്രത്യേകതരം ലോക്കുകൾ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയോ ചെയ്യുന്നു. വടക്കൻ ശൈലിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ലോക്കുകൾ, അതായത് പൂട്ടുകൾ കാണാൻ സാധിക്കും. ഇവ ഇത്രയും പൂർത്തിയായി കഴിഞ്ഞ അങ്കത്താരിയിലെ അടുത്ത പഠനം ആരംഭിക്കുകയായി. മറ പിടിച്ച കുന്തം, ഒരു വ്യത്യസ്തമായ നാമം അല്ലേ? അത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിൽ 2 തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരാൾ വാളും പരിചയം ഏന്തുമ്പോൾ അടുത്തയാൾ
കുന്തമായിരിക്കും കയ്യിലേന്തുക. ഇവ തമ്മിലുള്ള പരസ്പര പോരാട്ടത്തെയാണ് മറ പിടിച്ച കുന്തം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള വ്യത്യസ്തമായ ആയുധങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് കൂടിയുള്ള പരിശീലനം ഈ മറ പിടിച്ച കുന്തം എന്ന പരിശീലനത്തെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടായിരിക്കാം രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് അഭ്യാസികളെ പോരാടുവാൻ പരിശീലിക്കുന്നത്? നമ്മൾ ചരിത്ര സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും, വിവിധ ഭാഷയിലുള്ള. അവയിൽ ചില യുദ്ധ സമയങ്ങളിൽ രണ്ട് വ്യക്തികൾ പരസ്പരം പോരാടുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ രണ്ട് വ്യത്യസ്ത തര ആയുധങ്ങൾ കൊണ്ട് പോരാടുവാൻ പരിശീലിപ്പിക്കുകയാണ് ഈ മറ പിടിച്ച കുന്തത്തിലൂടെ സാധ്യമാകുന്നത്. മറ പിടിച്ച കുന്തത്തിന്റെ പരിശീലനത്തിന് ശേഷം അടുത്ത് കത്തി കൊണ്ടുള്ള പരിശീലനമാണ് ആരംഭിക്കുന്നത്. ഇതിൽ പോരാളിയുടെ കയ്യിൽ ഒന്നല്ലെങ്കിൽ രണ്ട് കത്തികൾ കാണപ്പെടും, രണ്ട് കയ്യിലുമായിട്ട്. എന്നാൽ എതിരാളി നിരായുധനായിട്ടായിരിക്കും പോരാടുക. ഇതിൽ പോരാളിയുടെ ഓരോ ആക്രമണത്തെയും ശരീരത്തിലേൽക്കാതെ ഒഴിഞ്ഞു മാറുക മാത്രമാണ് എതിരാളി ചെയ്യുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എതിരാളിയുടെ കയ്യിൽ നമ്മുടെ തോർത്ത് പോലെയുള്ള ചില കോട്ടൺ തുണി കാണും. എന്നാൽ ഈ കോട്ടൺ തുണി ഉപയോഗിച്ച് ആ സമയത്ത് ആക്രമണത്തെ തടയുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി ആയുധം കൊണ്ട് ആക്രമിച്ചാൽ ആയുധമില്ലാതെ തന്നെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ, അതായത് കത്തിപ്പയറ്റിലൂടെ സാധ്യമാകുന്നത്. ഉറുമി എന്ന ആയുധത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്കത്താരിയിലെ അടുത്ത ആയുധം ഉറുമിയാണ്. നമ്മളെ വാളും പരിചയം അല്ലെങ്കിൽ കുന്തത്തെക്കാളും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു അത്ഭുത ആയുധമാണ് ഈ ഉറുമി. ഉറുമിയെ കുറിച്ച് കൂടുതൽ പറയേണ്ടത്, നിങ്ങൾ ചരിത്ര സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിന്റെ ചരിത്ര സിനിമകൾ പറയുമ്പോൾ അവിടെയുള്ള യുദ്ധ പോരാട്ടങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആയുധം തന്നെയാണ് ഉറുമി. ഉറുമി കൊണ്ടുള്ള ഓരോ അഭ്യാസങ്ങളും അടവുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു പ്രത്യേകമായ ഒരു അടവ് തന്നെയാണ് പൂഴിയംഗം എന്ന് പറയുന്നത്. ഉറുമി കൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് ഈ പൂഴിയംഗവും. അതുപോലെ തന്നെ ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആയുധമാണ് ഉറുമി. വളരെ ഫ്ലെക്സിബിളായ ഈ ഉറുമി നമ്മുടെ ശരീരഭാഗങ്ങൾ, പ്രത്യേകിച്ച് അരഭാഗങ്ങളിൽ ചുറ്റിക്കൊണ്ട് നടക്കാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഈ ഉറുമിയുടെ പ്രത്യേകതയും. അതുകൂടാതെ ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഈ ഉറുമി. ഈ ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമായത് കൊണ്ട് തന്നെ അത് പ്രയോഗിക്കുന്ന വ്യക്തിയും വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറിയൊരു അശ്രദ്ധ പോലും ഒന്നേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് വളരെ മാരകമായ മുറിവുകൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. കടാര, വാളും പരിച, ഉറുമി, കുന്തം, കത്തി എന്നീ ആയുധങ്ങൾക്ക് പുറമെ വെൺമഴു, തൃശൂരം, ചുരിക എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ എന്നീ ആയുധങ്ങളാണ് പരമ്പരാഗതമായി വടക്കൻ ശൈലി ഉപയോഗിച്ച് വരുന്ന ആയുധങ്ങൾ. ശരീരവും ആയുധവും ഒന്നാക്കി മാറ്റിയാൽ മാത്രമേ മൂന്നാമത്തെ ഘട്ടമായ അങ്കത്താരി പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. വിവിധ തരത്തിലുള്ള അടവുകളും ചിട്ടകളും അങ്കത്താരി പഠനത്തെ ആയാസകരമാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ മുറയോടുകൂടിയ പരിശീലനവും പരിശ്രമവും കൊണ്ട് നമുക്ക് ഈ ആയാസകരമായതിനെ അനായാസകരമാക്കി മാറ്റുന്നിടത്ത് അങ്കത്താരി പഠനം അതിവിശിഷ്ടവും അതിശ്രേഷ്ഠവുമായി മാറുന്നത്. മെയ് അഭ്യാസ മുറ, കോൽത്താരി, അങ്കത്താരി എന്നീ 3 ഘട്ടങ്ങളുടെ പരിശീലനത്തിന് ശേഷം മാത്രമാണ് ഏറ്റവും അവസാനത്തും 4ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഘട്ടത്തെ വെറും കൈ പരിശീലനം എന്നാണ് അറിയപ്പെടുന്നത്. ഒറ്റനോട്ടത്തിൽ പ്രയാസകരമല്ല എന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു ഘട്ടമാണ് വെറും കൈ. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി പരിശീലിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ് ഈ വെറും കൈ പരിശീലനം. വടക്കൻ ശൈലിയിൽ ബാക്കി എല്ലാ ആയുധ പരിശീലനത്തിന് ശേഷം മാത്രമാണ് വെറും കൈ പരിശീലനത്തിലേക്ക് പ്രവേശിക്കുക. ഈ വെറും കൈ പരിശീലനത്തെ ദ്വന്ദ്വയുദ്ധം എന്ന് വേണമെങ്കിലും വിളിക്കാം. 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം ആയുധമില്ലാതെയുള്ള പോരാട്ടമാണ് ഇതിൽ ആരംഭിക്കുന്നത്. ഇതിനു ശേഷം ഒരു കൂട്ടം വ്യക്തികൾ ആയുധമായോ ആയുധമില്ലാതെയോ ഒരാളെ ആക്രമിച്ചാൽ ആ ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷ നേടാം എന്നുള്ള പഠനമാണ് വെറും കൈ പരിശീലനത്തിലൂടെ സാധ്യമാകുന്നത്. അതുകൊണ്ട് വെറും കൈ പരിശീലനം തന്നെയാണ് കളരിപ്പയറ്റ് പഠനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അഭ്യാസ മുറ. ഈ വെറും കൈ പരിശീലനത്തോടെയോ വെറും കൈ പരിശീലനത്തിന് ശേഷമോ ആയിരിക്കും വിദ്യാർത്ഥിക്ക് ഗുരുനാഥൻ മനുഷ്യ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമുള്ള അറിവ് പകർന്നു നൽകുന്നത്. എന്നാൽ എല്ലാ വ്യക്തികൾക്കും അല്ലെ എല്ലാ ശിഷ്യന്മാർക്കും ഗുരുനാഥൻ ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കാറില്ല. സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥിക്ക് മാത്രമേ മനുഷ്യ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളെക്കുറിച്ച് അതുകൂടാതെ ചികിത്സാ രീതികളെക്കുറിച്ചുമുള്ള അറിവ് നൽകുകയുള്ളൂ. മെയ്യും മിഴിയും മനസ്സും ഒത്തുചേരുന്നിടത്ത് ഒരു പുതിയ അഭ്യാസി ജനിക്കുന്നു.
മിഴിവാർന്ന ശൈലികൾ അവയുടെ ജീവനും തുടിപ്പും സംരക്ഷിച്ചുകൊണ്ട് ഈ നൂറ്റാണ്ട് വരെയും എത്തി നിൽക്കുന്നു. മനുഷ്യവർഗം ഉള്ളിടത്തോളം കാലം കളരികൾ അവയുടെ അന്തസ്സും തനിമയും നിലനിർത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് പുതിയൊരു ശൈലിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.